ഹലോ ഹലോ, ഇതാരത്? ഷർട്ടൊക്കെ ഇട്ടിട്ടാരത്? ചിരിക്കണ്ടല്ലോ. ദേ നമ്മുടെ കോഴിക്കോട്ടാ ബ്രഷ് വാങ്ങിക്കാൻ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇവനൊരു കുഞ്ഞു ബ്രഷ് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അതേ ടങ് ക്ലീനർ എൻ്റെ നിന്ന് വാങ്ങിച്ചു കൈ പിടിച്ചു. അതന്നെ ഞാൻ പല്ലിക്കാൻ പോവാ. ആക്രമിക്കല്ലേ, വിടറ അതന്നെ. ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് എണിറ്റിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ പല്ല് കഴിക്കണം, തമ്പായി എത്തിക്കണം, കുരിശ് വരയ്ക്കണം, ഇൻഡോർ കാര്യങ്ങൾ ചെയ്യാനുള്ളല്ലേ. അപ്പോൾ പിന്നെ അപ്പച്ച അവിടെ മീൻ വാങ്ങിച്ചു കൊണ്ടുണ്ട്, അത് നോക്കാൻ പോകണം. പിന്നെ നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇനി ഈസ്റ്ററിന് ഒരാഴ്ച കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ ഈസ്റ്ററിൻ്റെ ചെറിയ ചെറിയ ഒരുക്കങ്ങൾ ഇവിടെ തുടങ്ങി. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് മീൻ വാങ്ങിയിട്ടുണ്ട് അല്ലേ കുഞ്ഞതും ശരിക്ക്. പുറത്ത് ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. വലിയ മഴയല്ല, ഒരു ചെറുതായിട്ടൊരു മഴ പെയ്തിട്ടുണ്ട്. എന്തായാലും അവിടെ അത്ര ചൂട് തോന്നണില്ല, അന്തരീക്ഷം അങ്ങനെ നിൽക്കണേ. നമുക്ക് മീൻ വാങ്ങിച്ചത് നോക്കാം. മീനെ കൊടുത്തിട്ടുണ്ട്. മീനെ ഇതായിട്ടിറങ്ങത്ത മീനെ ഇതായിട്ടിറങ്ങത്ത പാപ്പ മീൻ കേട്ടോ എടുത്തു. പൂച്ചതേ ചാടാൻ നിൽക്കുന്നുണ്ട്. പൂച്ച മീനിന്റെ മണം കേട്ട് എത്തിന്നോനെ. ഇതന്നെയാ പൂച്ചക്ക് നരി. ഇറച്ചി വാങ്ങിയിട്ടുണ്ട്. ആദം ബേബിനെ വലിയ കാര്യത്തിന് അങ്ങോട്ട് കൊണ്ടുപോയതാ. അവിടെ ചെന്നപ്പോൾ എൻ്റെ കൂടെ എടുത്ത് നിൽക്കാൻ എനിക്ക് എടുത്ത് നിൽക്കാൻ പറ്റണ്ടേ. അപ്പം ഞാൻ ഇങ്ങോട്ട് കുടഞ്ഞു. നീ ഇവിടെ നിന്നോട്ടാ. മീൻ മറ്റണ്ട് കാണിക്കാൻ കൊണ്ടുപോയത്. അപ്പോൾ അവൻ എൻ്റെ മേത്ത് കയറിയിരിക്കുന്നു. എനിക്ക് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൈവേദന എടുക്കണ്ടേ. കുറേ നേരം ഒന്നാമത് എനിക്ക് ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോഴേ TT എടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു കൈവേദനയുണ്ട്. അപ്പോൾ അതും കൂടി ആകുമ്പോൾ എടുക്കുമ്പോൾ കൈവേദന എടുക്കും. ഞാൻ പല്ല് തേക്കാട്ടാ. പല്ല് തേക്കുന്ന സമയത്ത് മിക്ക ദിവസം ഛർദി ഉണ്ട്. ഇന്നിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഒരാളെൻ്റെ ടങ് ക്ലീനറും അവൻ്റെ കുഞ്ഞു ബ്രഷും പല്ല് തേച്ച് കാണിച്ചു കൊടുത്തേ. പല്ല് തേക്കി. അങ്ങനെ ഞാൻ എന്ന് പല്ല് തേക്കുമ്പോഴും ഇവന് തല്ലാണ്. എന്തിന്? എൻ്റെ ബ്രഷ് വാങ്ങിക്കാൻ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇവനൊരു കുഞ്ഞു ബ്രഷ് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അതേ ടങ് ക്ലീനർ എൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് കൈ പിടിച്ചു. അതന്നെ ഞാൻ പല്ലിക്കാൻ പോവാ. മീൻ കട്ട് ചെയ്ത് വെച്ചിക്കണ കയറണേ. അവിടെ ഇരിക്കും അവിടെ ഇരിക്കും. അവിടെ ഇരുന്നോ. അത് പോയില്ലേ. വാ ഇവിടെ ഇരിക്കും. അമ്മയുടെ മടിയിലിരിക്കും. ഹായ് എന്നിട്ട് വറക്കണേ കുഞ്ഞ.
നോക്കണമൊക്കെ വേണം. ചേട്ടന് തിന്നാൻ പറ്റില്ല, ചേട്ടന് നോമ്പായിപ്പോയില്ല. ആക്രമിക്കല്ലേടാ, വിടറ വിടറ. അതന്നെ മുൻപിടുത്തു. അത് കിട്ടാൻ വേണ്ടിട്ടാണോ മോന്ന് ഇന്നത്ര നേരം കിട്ടിയിട്ട് ചേട്ടനോട് കിട്ടിയത്? ചേട്ടൻ്റെ ആ പാപ്പന് കിട്ടി കൊടുക്ക. ഈശോയേ, സ്നേഹപ്രകടനം അവൻ്റെ. അയ്യോ, ദൈവമേ, അവനത് പൊളിക്കല്ലേട്ടാ. ആ താഴത്തോളം നീ എടുത്തോ. ആ നീ അവിടെ ഇരുന്നുണ്ടാക്ക്, ചേട്ടൻ മുകളിൽ ഇരുന്നുണ്ടാക്കട്ടെ ഏട്ടാ. സാധനങ്ങൾ ഉണ്ടാവേ. ഇതിന്റെ കയറ് എന്റെ മോൻ കടിച്ച് കടിച്ച് പൊട്ടിച്ചു. ഇപ്പൊ കൊറേ ബിൽഡിങ്ങിന്റെ സാധനങ്ങളുണ്ട്. മാന്തി കൊടുത്തേ. എവിടെ മാന്തണ്ടേ നോക്കി, ഇവിടെയാണോ നോക്കിയാ? മാന്ത് മാന്തി കൊടുക്കേ. ചേട്ടൻ മാന്തി കൊടുക്കും. വീട്ടിലുണ്ടാക്കിയ തൈര്, മീൻ വറുത്തത്, ഗ്രീൻ പീസ് ഉപ്പേരി. ഇത് കഴിക്കാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പാലല്ലെങ്കിൽ തൈര്. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷെ ഇവിടെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന തൈരാ. നല്ല തൈരൊക്കെയാണ്, പക്ഷെ അത് തിന്നാൻ പറ്റണില്ല. പക്ഷെ ഇപ്പം ഇനിയിപ്പോൾ നിവൃത്തിയോടുകൂടി തിന്നേണ്ട ഓപ്ഷനില്ല. വെള്ളം തൊട്ടാൽ മതിയല്ലേ? അമ്മിച്ച അവിടെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അവിടെ കൊച്ചിനെ ആക്കിയിട്ട് അവർ എവിടേക്ക് പോകണമെന്ന് പറയണ്ടേ. അമ്മിച്ചി ഉണ്ടാക്കാൻ വേണ്ടി അവിടെ തേങ്ങ അവരോട് ചിരണ്ടി തരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണ്ടേ. അമ്മിച്ചിയിൽ തേങ്ങാപ്പാൽ ഇടും, തേങ്ങാപ്പാൽ പൊട്ടാണ്ടിരിക്കാൻ. കോഴിക്കോട്ടാട്ടാ, കോഴിക്കോട്ട. വേറെ സാധനം കൂടി ഉണ്ടാക്കുമല്ലോ, തേങ്ങ ഇട്ടിട്ട് മധുരം ഇല്ലാത്തത്. ആ സാധനം തിന്നാൻ പറ്റില്ല അമ്മൻ്റെക്ക്. തേങ്ങയും ചുവന്നുള്ളി ഇടില്ല ഇവിടെ. അത് അവിടെ അപ്പച്ചൻ തിന്നത് ഷുഗർ കാരണം ഇതും തിന്നു അതും തിന്നു. കോഴിക്കോട്ട ഉണ്ടാക്കി നോക്കിയാലോ. എവിടെ ഇവിടെ കോഴിക്കോട്ട ഇരിക്കണത് ബേബി? ടേൻ നല്ല ചൂടുണ്ട്. ടേൻ ചൂടുണ്ടല്ലോ. ദേ നമ്മുടെ കോഴിക്കോട്ട. എന്തൊക്കെ ഇതിൻ്റെ ഉള്ളിലിരിക്കണ കുഞ്ഞാ? എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കി. ഇത് മറ്റേ പീച്ചാമ്പൊടി ഏട്ടാ, പീച്ചാമ്പൊടി. പീച്ചാമ്പൊടി എന്ന് തന്നെയില്ല, നിങ്ങളുടെ അവിടെയും പറയാം, ഞങ്ങളുടെ ഇവിടെ അങ്ങനെ പറയാം, പീച്ചാമ്പൊടി. അതെ കോഴിക്കോട്ട എന്ന് തന്നെ പറയാമെന്ന് തോന്നുന്നു. ഇനി വേറെ സൈഡുകളിലൊക്കെ വേറെ നിങ്ങൾ പറയുമെന്ന് നമുക്കറിയില്ല കേട്ടോ. നിങ്ങൾ പറയുന്നത് കമൻറ്റ് കേട്ടോ. നമ്മൾ പോവാന്ന് പറഞ്ഞേ. ഷർട്ട് ഞങ്ങൾ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോവാട്ടാ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആദ്യം ബേബിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി സെറ്റാക്കി നിർത്തിയിട്ടുണ്ടാവും. ഹലോ ഇതാരത്? ഷർട്ടൊക്കെ ഇട്ടിരുത്താരത്? ചിരിക്കേ. കൊണ്ടോണോ നിന്നെ? ടാറ്റ കൊണ്ടോണോ? കുളിക്കാൻ പോവാണല്ലോ, അമ്മ കുളിക്കാൻ പോവാണല്ലോ. നമ്മളെവിടെ പോണേ? എവിടെ പോണേ? എവിടെയാ എവിടെയാ എവിടെ ഇരിക്കുന്നത്? അപ്പാപ്പ വണ്ടി എടുക്കണതാണോ നീ നോക്കണേ? ആണോ? എവിടെയാ അപ്പാപ്പൻ്റെ വണ്ടി? പോരട്ടെ എന്ന് പറഞ്ഞേ. പോരട്ടെ എന്ന് പറഞ്ഞേ. നമ്മൾ ആൻറ്റിയുടെ വീട്ടിലെത്തിയിട്ടാ.
അപ്പോൾ നമ്മൾ ആൻറ്റിയുടെ വീട്ടിലൊക്കെ പോയി വന്നു, തിരിച്ചു വന്നു. പിന്നെ ആൻറ്റിക്ക് വയ്യാണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ നമ്മുടെ എന്നിട്ടാണ് ഇന്നത്തെ ചെറിയൊരു വിശേഷങ്ങൾ, നമ്മുടെ വീട്ടിലെ ചെറിയ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വന്നിരിക്കും.